ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി.ജെ.പി. അതിനിടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തിയതിനെതിരെ ബി.ജെ.പി. ആസ്ഥാനത്തെത്തി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് ഈ ബി.ജെ.പി. പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം? എന്തൊക്കെ തരത്തിലാണ് അവിടെ നീക്കങ്ങൾ നടക്കുന്നത്? ആർക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് ദേശീയ നേതൃത്വത്തിന് ചില നിബന്ധനകളുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുകയാണ് അവരുടെ ലക്ഷ്യം. അതിനുള്ള തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന രീതിയിൽ കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് ബി.ജെ.പി. സ്വീകരിച്ച തന്ത്രം. ആ തന്ത്രം ഇപ്പോൾ ബി.ജെ.പിക്ക് തിരിഞ്ഞുകുത്തുന്നു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. ഇന്ന് 44 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ബി.ജെ.പി. ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ ആ പട്ടിക 2 പട്ടികകളായിട്ട് വെട്ടിച്ചുരുക്കിക്കൊണ്ട് 16 അംഗങ്ങൾ മാത്രമുള്ള പട്ടികയായി ബി.ജെ.പിക്ക് വെട്ടിച്ചുരുക്കേണ്ടി വന്നിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് 44 അംഗ പട്ടിക ആദ്യ പട്ടിക എന്ന രീതിയിൽ 3 ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക പുറത്തു വന്നത്. പക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടായി. തുടർന്ന് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ പട്ടിക പിൻവലിച്ചു. പിന്നാലെ 2 പട്ടികകളായിട്ട് ആദ്യ പട്ടികയിൽ 15ഉം രണ്ടാം പട്ടികയിൽ 1 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഉണ്ടായത്. എന്നാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും ബി.ജെ.പിയുടെ ജമ്മുകാശ്മീർ അധ്യക്ഷൻ്റെ ഓഫീസിന് മുന്നിൽ നടക്കുകയാണ്. മുതിർന്ന നേതാക്കളെ അവഗണിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. വിജയിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ബി.ജെ.പി. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് മുന്നണിയിലെ പ്രതിഷേധം മുതലെടുക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പി. അവർക്ക് വലിയ പ്രതിസന്ധികൾ, ആഭ്യന്തര പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ജമ്മുകാശ്മീരിലെ ഇപ്പോഴത്തെ വസ്തുത. ശരി രാധാകൃഷ്ണൻ, ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തിയതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം.